ലിവർ ക്യാൻസർ ആണെന്ന് പറഞ്ഞ, അതും 4th സ്റ്റേജ്. 2 വർഷം എനിക്ക് ഒരു ഉപയോഗമില്ലാതെ നഷ്ടപ്പെട്ടു പോയി. ശരീരഭാരം ഒരു 15 കിലോ കുറഞ്ഞു. ഒരുപാട് സൈഡ് എഫക്റ്റും വന്നു. പുനർജന ആയുർവേദ ആശുപത്രി എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുനർജന ആയുർവേദ ഹോസ്പിറ്റലാണ്. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടാതെ പുനർജന ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. നമസ്കാരം സാർ, സാറിന്റെ പേര്? നമസ്കാരം, എന്റെ പേര് ശ്രീനിവാസൻ. സാറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 62 വയസ്സായി. ഓക്കെ, എവിടെ നിന്ന് വരുന്നേ? ബാംഗ്ലൂരിൽ നിന്ന് KGF എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. കർണാടകയാണ്? അതെ, കർണാടക തന്നെ. ഓക്കെ, ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് അത് ഒരു 4 ദിവസം മുമ്പ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേലാത്തൊരവസ്ഥ വന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നി ഞാൻ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ടായത്. ബാംഗ്ലൂരിൽ എന്താന്ന് വെച്ചാൽ എനിക്ക് ലിവർ ക്യാൻസർ ആണ്, അതും 4th സ്റ്റേജ്. അത് കേട്ടപ്പോൾ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. 6 സൈക്കിൾ കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ എടുത്തെങ്കിലും എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം അതുകൊണ്ട് ഉണ്ടായില്ല. മാത്രമല്ല എൻ്റെ ശരീരത്തിൽ നിന്ന് 15 കിലോ ഭാരമാണ് കുറഞ്ഞത്. ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ടായി. നടക്കാൻ പോലും മേലാത്ത അവസ്ഥയായി. ശരീരം മൊത്തം വീക്കായി. കുറച്ചു ദൂരം എഴുന്നേറ്റ് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയായി. അതിനുശേഷം ഇത് മൊത്തം വേണ്ടാന്ന് വെച്ച് 6 സൈക്കിൾ കീമോ മുഴുവൻ ഞാൻ ചെയ്തു. അത് പൂർത്തീകരിച്ചതിന് ശേഷം പലപ്പോഴും ഞാൻ സെർച്ച് ചെയ്തു ആയുർവേദ മരുന്ന് കിട്ടുന്ന വല്ല ഇടമുണ്ടോന്ന്. ഈ ഇംഗ്ലീഷ് മരുന്നുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും നമുക്കില്ല. ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായില്ല. ഒരു തരത്തിലും വേദന മാറിയില്ല. ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താകുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഈ പുനർജന ആയുർവേദ ആശുപത്രിയെ കുറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. എനിക്ക് ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. പക്ഷേ അതെന്താന്ന് വെച്ചാൽ മരുന്ന് എനിക്ക് കിട്ടിയല്ലോ. അതറിഞ്ഞപ്പോൾ മുതൽ മനസ്സിന് വലിയ സന്തോഷമായിരുന്നു. എനിക്ക് പെൺകുട്ടികളാണുള്ളത്, ആൺകുട്ടികളില്ല. ദൈവമേ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഇപ്പൊ കാർ ഓടിച്ചാ വന്നിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ആദ്യത്തെ വിസിറ്റ് എൻ്റെത്. ഇപ്പോൾ ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് തിരിച്ച് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെയാണോ ആക്റ്റീവായിട്ടിരുന്നത് അതുപോലെ ആക്റ്റീവ് ആകാൻ പറ്റി എനിക്ക്. അതൊരു വിശ്വാസമാണ്. ഇപ്പൊ എനിക്കത് ജീവിതത്തിലൊരു ഉയർച്ചയായി. നല്ല കാര്യം സർ. സർ, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? അത് മേടിച്ച് കഴിച്ചിട്ട് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടിട്ടാണോ ആയുർവേദത്തിലേക്ക് വരാനുണ്ടായ കാരണം? അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇതിനെപ്പറ്റി സാറിന് ആദ്യം അറിയായിരുന്നോ അതോ പിന്നീടാണോ മനസ്സിലായത്? അതെ, മരുന്ന് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമാണ് അത് ശരിയാവില്ല എന്ന് മനസ്സിലായി. എന്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും ശരീരം ക്ഷീണിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോ നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, പൈസ നഷ്ടപ്പെടും. ആദ്യത്തെ ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായി. ഇപ്പൊ അതെല്ലാം മാറി. ഇത് ഒരുപാട് ആപത്താണെന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് ദൈവം പുനർജന ആയുർവേദ ആശുപത്രി പരിചയപ്പെടുത്തിയത്. അങ്ങനെ പുനർജന ആയുർവേദ ആശുപത്രിയെ ഒരുപാട് വിശ്വാസത്തോടെയാണ് ഞാനിവിടെ ഒന്ന് മരുന്ന് വാങ്ങിപ്പോയത്. സാറിന് എങ്ങനെയാ ഇവിടെ വിശ്വാസമായത്? യൂട്യൂബിൽ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എങ്ങനെയാ അറിഞ്ഞത്? യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റുകൾ ഞാൻ കണ്ടായിരുന്നു. അവസാന സ്റ്റേജിലുള്ള ക്യാൻസറുകാർക്ക് പോലും പ്രൈവറ്റ് ആശുപത്രിയിലായാലും ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു പുനർജന ആയുർവേദ ആശുപത്രിയിലേക്ക് വരാൻ. എല്ലാവരും ഇവിടെ വന്ന് അസുഖമൊക്കെ മാറി നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അത് എനിക്ക് ശരിക്കും ഒരു ബൂസ്റ്റ് കിട്ടിയ പോലെയാണ്. സാർ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനൊരു പാൽ കച്ചവടക്കാരനാണ്. ഇപ്പൊ ഒന്നുമില്ല, കാലുകൊണ്ട് എനിക്ക് നടക്കാൻ മേലാത്ത അവസ്ഥയാ. എത്ര നാളായി സാർ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട്? 2 വർഷം എനിക്ക് അസുഖം വന്നിട്ട്. 2 വർഷം. ഓക്കെ. എന്റെ മകളാണ് എന്നെ ഇപ്പൊ നോക്കുന്നത്. ശരി സാർ, സാറിന് നന്നായിട്ട് ഭേദാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാം മാറിക്കോളും. രോഗമൊക്കെ മാറിയതിനു ശേഷം സന്തോഷമായിട്ടിരുന്നോളൂ സാർ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.